മക്കളെ, നമ്മളിപ്പോൾ ചേർപ്പുങ്കൽ ഹോളി ക്രോസ് പള്ളിയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഹോളി ക്രോസ് എന്ന പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും ഇത് കൂടുതൽ പ്രസിദ്ധമായിരിക്കുന്നത് ഉണ്ണീശോയുടെ പേരിലാണ്, അല്ലേ? അപ്പോൾ ഈ ക്രിസ്മസ് സീസണിൽ നമുക്ക് ഈ ഉണ്ണീശോയുടെ പള്ളിയിൽ വരാൻ പറ്റിയത് വളരെ ഒരു നല്ല ഭാഗ്യമല്ലേ, അല്ലേ? നമുക്ക് ഉണ്ണീശോയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഈ ഉണ്ണീശോയെ കൂടുതൽ ആരാധിക്കാനും നമുക്ക് പള്ളിയിലേക്ക് കയറാം. ഇവിടെ നല്ല ഉണ്ണീശോയുടെ നല്ല ഒരു രൂപമുണ്ട്. അത് മാത്രമല്ല, നമുക്കിവിടെ വരാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. കാരണം തോമാസ് ലീഗയുടെ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറയപ്പെടുന്ന ഒരു ദേവാലയവും പരിസരവുമാണത്. ഒത്തിരി പാരമ്പര്യങ്ങളുള്ള വിശ്വാസ സമൂഹമുള്ളൊരു ഇടവക ആണിത്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് നോക്കി കാണാം. നിങ്ങൾ എല്ലാം വളരെ സ്ലോയിൽ കാണുക. നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് വികാരിച്ചതിനും കൂടി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ജോസച്ച, ക്രിസ്മസ് സീസണാണല്ലോ. ഞാൻ എൻ്റെ കാറ്റഗിസം പിള്ളേരുമായിട്ട് 1-2 പള്ളികളിലൊക്കെ ഞങ്ങളിങ്ങനെ വിസിറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയത് മൂവാറ്റുപുഴയിലുള്ള ഹോളി മാഗി ചർച്ചിലായിരുന്നു, പൂജരാജാക്കന്മാരുടെ. അവിടെ പോയി ഇവരെല്ലാം ഒത്തിരി കണ്ടു. ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ ചേർപ്പുങ്കൽ ഹോളി ക്രോസ് പള്ളിയിൽ വന്നേക്കാണ്. പള്ളിയും പരിസരവും എല്ലാം ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇവർക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. എനിക്ക് എല്ലാം ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, വിചാരിച്ചതിനെ കാണാം, അച്ഛനോട് നിങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പിള്ളേരുടെ ചോദ്യങ്ങൾക്കൊക്കെ അച്ഛൻ ഉത്തരം കൊടുത്താൽ ഒത്തിരി സന്തോഷമാകും. നിങ്ങൾ ചോദിച്ചോട്ടാ. അച്ഛ, എങ്ങനെയാണ് ഈ പ്രദേശത്തിന് ചേർപ്പുങ്കൽ എന്ന് പേര് വന്നത്? തോമാസ് ലീഗായുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. തോമാസ് ലീഗ നമ്മുടെ കേരളത്തിൽ എത്തിയത് AD 52 മുതൽ 72 വരെയാണല്ലോ തോമാസ് ലീഗ ഇവിടെ ഉണ്ടായിരുന്നതും മരിച്ചതും. അപ്പോൾ തോമാസ് ലീഗ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പല ഭാഗത്തൂടെ പോയി 7 ദേവാലയങ്ങളാണ് നിയതമായിട്ട് സ്ഥാപിച്ചത്. എന്നാൽ പല ദേവാലയങ്ങളും അല്ലാതെയും സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കണം. തോമാസ് ലീഗ ഈ മീനച്ചിലാറ്റിലൂടെ കടന്നു വന്നു വള്ളത്തിൽ. അന്ന് മീനച്ചിലാറ്റിലൂടെയാണ് യാത്ര. അങ്ങനെ വരുന്ന വഴിക്ക് 3 പീടിക, വാലേൽ പീടിക, അവിടെ ഒരു കച്ചവട കേന്ദ്രം ഉണ്ടായിരുന്നു, മലഞ്ചരക്ക് കച്ചവട കേന്ദ്രം, ഈ പള്ളിയോട് അടുത്ത ഭാഗം. അവിടെ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് തോമാസ് ലീഗ അവിടെ ഇറങ്ങി തൻ്റെ ചെരുപ്പ് ഊരി സ്ഥാപിച്ച ആ സ്ഥലം ചെരുപ്പുങ്കൽ, കാലക്രമേണ അത് ചേർപ്പുങ്കൽ എന്നായിത്തീർന്നു. തോമാസ് ലീഗ അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചു. ഈ ആൾക്കൂട്ടം കണ്ടപ്പോൾ അവിടെ ഒരു കുരിശ് സ്ഥാപിച്ചുകൊണ്ട് ഈശോയെപ്പറ്റി പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ ക്രൈസ്തവ സമൂഹം ഇവിടെ രൂപപ്പെട്ടു. മനസ്സിലായോ? കാലക്രമത്തിൽ ക്രൈസ്തവരുടെ എണ്ണം കൂടി. കല്ലമ്പള്ളി ഹൈന്ദവ കുടുംബവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണിത്. അവരുടെ ഭരണത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അവിടെ ആളുകൾ കൂടുതൽ വർദ്ധിച്ചപ്പോൾ സൗകര്യാർത്ഥം ഒരു പള്ളി പണിയുന്നതിന് അനുവാദം തന്നു. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ദേവാലയമാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം. ഇപ്പോൾ ഇരിക്കുന്ന ഈ പള്ളി 3ാമത്തെ പള്ളിയാണ്. അതിനു മുമ്പ് പള്ളി ഉണ്ടായിരുന്നു. 2ാമത്തെ പള്ളിയാണ് ആ പുറകിൽ കാണുന്ന കുരിശ് പള്ളി. 3ാമത്തെ പള്ളിയാണിത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തോമാസ് ലീഗ ഈ നാട്ടിലൂടെ കടന്നുപോയി
അതൊരു വലിയ വിശ്വാസം, ജീവിക്കുന്ന വിശ്വാസം ഇവിടെയുണ്ട്. അത് 100% യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുക്കുന്നത് തോമാസ് ലീഗായുടെ സ്വാധീനം വളരെയേറെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തോമാസ് ലീഗ വള്ളത്തിൽ നിന്ന് ഇറങ്ങി ചവിട്ടിയ ആ സ്ഥലം, ചെരുപ്പുണ്ടായിരിക്കണം, ചെരുപ്പുണ്ടെന്ന് വേണം വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ചെരുപ്പ് ഊരി വച്ചിരിക്കാം. ആ സ്ഥലത്തിന് ചെരുപ്പുങ്കൽ പിന്നീട് ചേർപ്പുങ്കലായിട്ട് പരിണമിച്ചു. മനസ്സിലായോ? അച്ഛ, ഈ ഇടവകയെക്കുറിച്ചും ഈ ഇടവകയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചൊന്ന് പറയാമോ? ഈ ഇടവകയിൽ ഇന്ന് 960 കത്തോലിക്ക ഭവനങ്ങളുണ്ട്. ഇതൊന്നൊരു ഫൊറോന പള്ളിയാണ്. ഈ പള്ളിയുടെ കീഴിൽ എന്ന് വേണമെങ്കിൽ പറയാം 15 ഇടവുകളുണ്ട്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആഴമായ വിശ്വാസ പ്രതിഫലിക്കുന്ന ഒരു കേന്ദ്രമാണ്. പ്രത്യേകിച്ചും ഉണ്ണീശോയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. ഈ പള്ളിയുടെ പേര് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, മാർസ്ലീവ ഫൊറോന പള്ളി ചെർപ്പുങ്കൽ എന്നാണ്. തോമാസ് ലീഗ വന്നപ്പോൾ നാട്ടിയ ഐതിഹ്യത്തിൽ പറയുന്നത് 2 കമ്പ് മുറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം അത് കൂട്ടിക്കെട്ടി കുരിശാക്കി അവിടെ സ്ഥാപിച്ചു. അപ്പം അന്ന് മുതൽ ഈശോയുടെ കുരിശിനോടുള്ള ഭക്തി ഈ പ്രദേശത്ത് ആരംഭിച്ചു. അത് വളർന്ന് വലുതായി തിരുക്കുരിശിനോടുള്ള ആ ഭക്തി ഇവിടെ വളരെയേറെ ഉണ്ട്. തിരുക്കുരിശിനെ വിളിക്കുന്നത് ഇവിടെ മാർസ്ലീവ മുത്തപ്പൻ എന്ന പേരിലാണ്. മാർസ്ലീവ മുത്തപ്പൻ കൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ ചിന്തിക്കുന്ന ഉണ്ണീശോയെ പറ്റിയാണ്. മാർസ്ലീവ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈശോ കുരിശിൽ തൂങ്ങി മരിച്ച ആ ചിത്രം നമുക്കറിയാം. എന്നാൽ ഉണ്ണീശോയായിട്ടാണ് മുത്തപ്പൻ എന്ന പേര് വന്നതുകൊണ്ട് ഉണ്ണീശോയെയാണ് കൂടുതലായിട്ട് ഇവർ ആരാധന നടത്തുന്നത്, ഉണ്ണീശോയ്ക്കാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഞായറാഴ്ചകൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കടവള്ള ദിവസമാണ്. 5 പരിശുദ്ധ കുർബാനകൾ ഇവിടെയുണ്ട്. ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ 800ഓളം കുട്ടികൾ വിശ്വാസ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. വെള്ളിയാഴ്ചകളിലും അതുപോലെ തന്നെ ഭക്തിയുണ്ട്. 5 കുർബാനകളുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നത്, അതൊരു 1000കണക്കിന് ആളുകൾ ഇവിടെ വരും. ഈ പള്ളിയുടെ മുറ്റം മുഴുവൻ ക്യൂ ആണ്. ഇവിടെ അവരുടെ പ്രധാനപ്പെട്ട ഭക്തികൃത്യം എന്ന് പറയുന്നത് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. പാന്തി വെള്ളിയാഴ്ച ദിവസം 12 പരിശുദ്ധ കുർബാനകളുണ്ട്. രാവിലെ 4:15 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. 7 മണിക്കാണ് അവസാനത്തെ കുർബാന. 12 പരിശുദ്ധ കുർബാനകളും നൊവേനകളും ഉണ്ട്. തിരുക്കുരിശിൻ്റെ നൊവേനയാണ്. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉണ്ണിമിശിഹായുടെ രൂപത്തിന് മുമ്പിൽ വന്ന് നേർച്ചയിട്ട് എണ്ണയൊഴിക്കും. ഉണ്ണീശോയുടെ മുമ്പിൽ 3 പ്രാവശ്യം എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കും. അനേകം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. വലിയൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ഉണ്ണീശോയുടെ അരികെ വന്ന് പ്രാർത്ഥിച്ച് എണ്ണയൊഴിച്ചാൽ ഫലം ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം വളരെയേറെ ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണ് 1000കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നത്, പ്രത്യേകിച്ചും ആദ്യ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അച്ഛ, ഈ പള്ളി ഉണ്ണീശോയുടെ തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെടുന്നത് എന്തുകൊണ്ട്? അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ. എങ്കിലും ഈ ചേർപ്പങ്കൽ പ്രദേശത്തുള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർസ്ലീവ യേശുക്രിസ്തുവിൻ്റെ ഭരണത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ സൂചനയായിട്ട് പള്ളിയുടെ മധുവകായിൽ ഒറ്റപ്പലകയിലുള്ള വിദേശ നിർമ്മിതമായിട്ടുള്ള ഒരു പടം വച്ചിട്ടുണ്ട്. അതിവിടെ വളരെ പൂജ്യമായിട്ട് കരുതുന്ന ചിത്രമാണ്. എന്നാൽ ഈ പ്രദേശത്തുള്ള ആളുകൾ മാർസ്ലീവ മുത്തപ്പൻ എന്ന പേരിൽ വിളിക്കുന്നത് ഉണ്ണീശോയാണ്. ഉണ്ണീശോ തന്നെയാണ് കാകുൽത്തായിലെ കുരിശിൽ ബലിയർപ്പിച്ച ഈശോയും. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഈശോയുടെ ചെറുപ്പകാലം. അപ്പോൾ ഉണ്ണിമിശിഹായ്ക്ക് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പതിവ് ഈ ഇടവകയിൽ ആദ്യം മുതലേ
ഉണ്ടായിരുന്നു. ആ ഭക്തി വളർച്ച പ്രാപിച്ചതായിരിക്കണം ഇന്ന് ഉണ്ണീശോയോട് കൂടുതൽ ഭക്തി ഈ പ്രദേശത്ത് വരുവാൻ കാരണം. ഉണ്ണീശോയുടെ തിരുസ്വരൂപം തന്നെ സ്വർണ്ണ നിറത്തിൽ ഉള്ള ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ ഉണ്ണീശോയുടെ ചിത്രത്തിന് ഒരു വലിയ ഉണ്ണീശോയുടെ രൂപത്തിന് വലിയൊരു ഭംഗിയുണ്ട്. അനുഗ്രഹം വർഷിക്കുന്ന വ്യക്തിയായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ഉണ്ണീശോയുടെ അടുത്ത് ചെന്ന് സ്വർണ്ണ നേർച്ച നടത്തിയാൽ അധികവും എനിക്ക് തോന്നുന്നു, ഞാനിവിടെ വന്നിട്ട് 9 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് അമ്മച്ചിമാരൊക്കെ വിവാഹം കഴിച്ചവരൊക്കെ വന്ന് ഇവിടെ ഉണ്ണീശോയുടെ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കും. അവർക്ക് സന്താന ലഭിക്കുന്നുണ്ട്, നല്ല കുഞ്ഞുങ്ങളെ ലഭിക്കാൻ. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അവർ കൊണ്ടുവന്ന് ഉണ്ണീശോയുടെ കയ്യിൽ കൊണ്ടുവന്ന് മോതിരം ഇടും. അത് തിരുനാളിന് മാത്രമേ അവർക്ക് നേരിട്ടിടാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ ഇവിടുത്തെ കൈക്കാരന്മാരാണ് രൂപത്തിൽ അണിയിക്കുന്നത്. അവരുടെ മുമ്പിൽ വെച്ച് രൂപക്കൂട് തുറന്ന് കൈകളിൽ അണിയിക്കും. അപ്പം ഒരു ജീവിക്കുന്ന വിശ്വാസം ഉണ്ണീശോയെ പറ്റി ഇവിടെ ഉണ്ട്. അത് കർത്താവ് തന്നെയാണ് ഉണ്ണീശോ, അത് നമുക്കറിയാമല്ലോ. മാർസ്ലീവ മുത്തപ്പൻ എന്നുള്ള പേര് ഉള്ളതുകൊണ്ട് ഈ പ്രദേശത്തുള്ളവർ അത് ഉണ്ണീശോയിൽ കാണുന്നു. അച്ഛ, ഈ പള്ളിയുടെ അടുത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, അതിലേതെല്ലാമാണ് ഈ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതെന്നൊന്ന് പറയാമോ? നമുക്കിവിടെ നഴ്സറി സ്കൂൾ മുതൽ കോളേജ് വരെ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ കുട്ടികൾ തിങ്ങി നിറഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ മേഖലകളിലും കുട്ടികൾ ധാരാളമാണ്. നഴ്സറി സ്കൂളിൽ എനിക്ക് തോന്നുന്നു 300 കൂടുതൽ കുട്ടികളുണ്ട്, കൃത്യന്മാരല്ല. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലും ഹൈസ്കൂളിലുമായിട്ട് 1000-ൽ പരം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിഷപ്പ് വയലിൽ മെമ്മോറിയൽ ഹോളി ക്രോസ് കോളേജ്, അതാണ് അങ്ങേയറ്റത്ത് കാണുന്നത്. അവിടെ 1000-ൽ പരം കുട്ടികൾ പഠിക്കുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഈ സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൂടാതെ ഈ പള്ളി വാങ്ങിക്കൊടുത്ത സ്ഥലത്ത് രൂപതാ വകയായിട്ട്, രൂപതയാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്, നേഴ്സിംഗ് കോളേജ്, BSc നേഴ്സിംഗ് കോളേജ്, അത് അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്, മെയിൻ റോഡിൻ്റെ ഹൈവേയുടെ അടുത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മാർസ്ലീവ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, 8 നില കെട്ടിടങ്ങൾ, വലിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. അതും ഈ പള്ളിയിൽ നിന്നാണ് സ്ഥലം സംഭാവന ചെയ്തിരിക്കുന്നത്. അവിടെ കെട്ടിടത്തിൻ്റെ പണികൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് പറയാം. താമസമിന അത് ആരംഭിക്കണമെന്നാണ് അഭിനന്ദ പിതാവ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ നോക്കിയാൽ ഉള്ളത്. അച്ഛാ, ഈ പള്ളിയിൽ തിരുനാളിൻ്റെ ആഘോഷം എന്നാണ്, എങ്ങനെയാണ്? ഈ പള്ളിയിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 3 തിരുനാളുകളുണ്ട്. അത് ദർശന തിരുനാളെന്ന് പറയുന്നത് ഡിസംബർ 31, ജനുവരി 1, ഉണ്ണീശോയുടെ ചേതനാചാര തിരുനാൾ, നാമകരണ തിരുനാൾ. അതാണ് ഈ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ. ദർശന തിരുനാൾ എന്നാണ് വിളിക്കുന്നത്. ദർശന സമൂഹം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പം ഡിസംബർ 25-ാം തീയതി പാതിരാത്രി പിറവിയുടെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഉണ്ണീശോയും എടുത്തുകൊണ്ട് താഴെ ചെന്ന് കുരിശുതൊട്ടി ചെന്ന് തിരുനാളിൻ്റെ ആമുഖമായിട്ട് പതാക ഉയർത്തും. പിന്നെ ഓരോ ദിവസവും പരിപാടികളുണ്ട്, പ്രോഗ്രാമുകളുണ്ട്, പ്രദർശനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇടവക ദിനമുണ്ട് ഒരു ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കായിക മത്സരങ്ങൾ മുൻകൂട്ടി നടത്തും. അവിടെ സ്നേഹവിരുന്നുണ്ട്. ഇടവക ദിനത്തിൻ്റെ അന്ന് കലാസന്ധിക്ക് ശേഷം സ്നേഹവിരുന്നുണ്ട്. കള്ളപ്പോ, പോത്തിറച്ചിയോ അല്ലെ കപ്പയോ പോത്തിറച്ചിയോ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇടവക ആളുകളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഡിസംബർ 29, 30, 31, 1 തീയതികളിൽ പ്രദർശനങ്ങളുണ്ട്. ഇവിടെ കുരിശുപള്ളികളുണ്ട്. നെയ്യൂർ കുരിശുപള്ളി, അവിടുന്ന് പ്രസംഗത്തിന് ശേഷം ലതീഞ്ഞ് ജപമാല പ്രദർശനം പള്ളിയിലേക്കുണ്ട്. രണ്ടാമത്തെ ദിവസം ഗ്രോട്ടോയുണ്ട്. ഇവിടെ ഗ്രോട്ടോ സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് പ്രദർശനം പള്ളിയിലേക്കുണ്ട്. മൂന്നാമത്തെ ദിവസം
ടൗൺ ചുറ്റി പ്രദക്ഷിണമുണ്ട്. ടൗണിലേക്ക് പ്രദക്ഷിണം പോകും. അതിനു മുമ്പായിട്ട് ഉണ്ണീശോയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ച് വയ്ക്കും. അതായത് ഡിസംബർ 31-ാം തീയതി. അതുപോലെ തന്നെ ദർശന സമൂഹമുണ്ട്. ഈ ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ അണിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചില പള്ളികളിലുണ്ട്. അപ്പോൾ ദർശന സമൂഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ പ്രദക്ഷിണം നടക്കുന്നത്. അന്നാണ് ഉണ്ണീശോയ്ക്ക് ആളുകൾക്ക് നേരിട്ട് മോതിരമൊക്കെ ഇടിയിപ്പിക്കാവുന്ന ദിവസം അന്നാണ്. 10 മണിക്കാണ് റാസകുർബാന നടക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ പൂർണ്ണ രൂപമാണല്ലോ റാസകുർബാന. നിങ്ങൾ വേദപാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ റാസകുർബാനയ്ക്ക് ശേഷം ഈ പള്ളി മൈതാനത്ത് ഉണ്ണീശോയും വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം നടക്കും. ദർശന സംഭവങ്ങളൊക്കെ അതിൽ അണിനിരക്കും. ഇതാണ് പ്രധാനപ്പെട്ട തിരുനാൾ, ദർശന പെരുന്നാൾ. ഇതുകൂടാതെ സെപ്റ്റംബർ 13, സെപ്റ്റംബർ 13-ഉം 14-ഉം തിരുക്കുരിശിൻ്റെ തിരുനാൾ ദിവസമാണ്. തിരുക്കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. ഈ പള്ളിവാസത്തിൽ തിരുക്കുരിശിനെ കേന്ദ്രീകരിച്ചുള്ളത്. അതുകൊണ്ടാണ് മാർ സ്ലീവ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ. അപ്പം അതുകൊണ്ട് അത് ഈ കല്ലിട്ട തിരുനാളാണ്. ഈ പള്ളിയുടെ കല്ലിട്ട ദിവസവും കൂടിയാണ്. അന്നും ഈ പറഞ്ഞതുപോലെ തലേദിവസം കുർബാന പ്രദർശനം, അതുപോലെ തന്നെ പിറ്റേ ദിവസം 14-ാം തീയതി ആഘോഷമായ പരിശുദ്ധ കുർബാന പ്രദർശനം എല്ലാം നടക്കും. അതുകൂടാതെ ഓഗസ്റ്റ് 15 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും അതുപോലെ തന്നെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളും ഏകോപിച്ച് നടക്കുന്നു. നമ്മുടെ പാലാ രൂപതാധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അൽഫോൻസാമ്മയുടെ തിരുനാൾ 2ാമത്തെ തിരുനാളായിട്ട് ഇടവകയിൽ നടത്തണമെന്ന് എല്ലാ പള്ളിയിലും. അപ്പോൾ ഇവിടെ ഓഗസ്റ്റ് 15-ാം തീയതി അൽഫോൻസാമ്മയുടെ തിരുനാൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളോടനുബന്ധിച്ച് നടത്തുന്നു. വേറെ തിരുനാൾ, ചെറിയ തിരുനാളുകളുണ്ട്, യൂസഫ് പിതാവിൻ്റെ തിരുനാൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തിരുനാളുകളുണ്ട്. എങ്കിലും ഈ 3 എണ്ണമാണ് പ്രധാനപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡിസംബർ 31-ാം തീയതിയും ജനുവരി 1-ാം തീയതിയും നടക്കുന്ന ദർശന തിരുനാളാണ്. ഒത്തിരി നന്ദിയുണ്ട്. പിള്ളേരുടെ എല്ലാ ചോദ്യങ്ങൾക്കും അച്ഛൻ വളരെ സിമ്പിളായിട്ടും ഷോർട്ടായിട്ടും ആൻസർ ചെയ്തു. മക്കളെ, അച്ഛൻ ഒത്തിരി തിരക്കുള്ള അച്ഛനാണ്. അച്ഛൻ ഈ ഹോളി ക്രോസ് ഫൊറോന ചർച്ചിൻ്റെ വികാരി അച്ഛനാണ്. അതോടൊപ്പം ഇവിടുത്തെ ഈ അച്ഛനിപ്പോൾ സ്കൂളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ സ്ഥാപനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം അച്ഛനാണ്. ഈ തിരക്കിനിടയിലും അച്ഛൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. നമുക്ക് അച്ഛനൊരു ക്രിസ്മസ് വിഷസ് കൊടുക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് അച്ഛനെ ഒന്ന് വിഷ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഞാനും ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമ്മളിന്ന് ഈ പള്ളിയിൽ വന്നു, കുറേ കാര്യങ്ങൾ കണ്ടു അല്ലേ? പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു, പ്രാർത്ഥിച്ചു. അച്ഛൻ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പള്ളി കയറി നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോ ഉണ്ണീശനോട്? എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചത്? അഡോൺ എന്താ പ്രാർത്ഥിച്ചത് ഒന്ന് പറയാവോ? എൻ്റെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഓഹോ, അവനെന്ത് പറ്റിയതാ? തലയിലെ ഞരമ്പ് ഒന്ന് പൊട്ടി. ഓ, അത് കൊള്ളാം അല്ലേ? ഒരു കൂട്ടുകാരൻ ഇത്തിരി വിഷമത്തിലായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഓർത്തത് അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. മോൻ ഹെലസ് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചേ? ഞാൻ എൻ്റെ പഠിത്തം ഇത്തിരി കൂടെ മെച്ചപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കൊള്ളാം, പഠിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലേ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഓക്കെ. ആൽബി? ഞാൻ എൻ്റെ പേരൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു. വെരി ഗുഡ്. മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും
ഡാഡിക്കും മമ്മിക്കും വേണ്ടി പ്രാർത്ഥിച്ചോളണം. ഡാഡിക്കും മമ്മിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കുട്ടികൾ തെറ്റായ ഒരു ബന്ധങ്ങളിലും പോയി വീഴില്ലെന്നാണ് പറയണം. അതുകൊണ്ട് എല്ലാ ദിവസവും അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചോ. മോനോ മനുക്കൂട്ടൻ? ഞാൻ എൻ്റെ ആശുപത്രി കിടന്ന കസിന് വേണ്ടി പ്രാർത്ഥിച്ചു. കൊള്ളാം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സല്ലേ, അത് കൊള്ളാം. നമ്മൾ രോഗികൾക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥിക്കാനുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ അലീന? ഞാൻ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു. കൊള്ളാം. ടീച്ചർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഗുരുക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഓർക്കേണ്ടതാണ് നമ്മൾ. ജിസ്മോള്? ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫ്രണ്ട്സിനെ ഓർത്തു അല്ലേ? കൊള്ളാം. മോളോ, ഹൃദയ മോള്? ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിന് വേണ്ടി പ്രാർത്ഥിച്ചു. വെരി ഗുഡ്. അപ്പൂപ്പനും അമ്മമ്മയ്ക്കും വേണ്ടി അല്ലേ? കൊള്ളാം. മോള് മെറിൻ? ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ബന്ധു മരിച്ചു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കൊള്ളാം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ അല്ലേ? എല്ലാ മരിച്ചവരെ ഓർത്തു അല്ലേ? നമ്മളും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എന്തായാലും ക്രിസ്മസിൻ്റെ ഈ നാളുകളിൽ ഉണ്ണീശോയുടെ പള്ളിയിൽ വരാനും കുറേ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിഞ്ഞു അല്ലേ? ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടുള്ള ധാരാളം വിശുദ്ധന്മാരുണ്ട്. നിങ്ങൾക്കറിയാവോ? അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിശുദ്ധരെ അറിയാവോ? ഇല്ല അല്ലേ? ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ട ഒത്തിരി വിശുദ്ധരുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് ആവിലായിലെ അമ്മ ത്രേസ്യ. കേട്ടിട്ടുണ്ടോ? പിന്നെ നമ്മുടെ വിശുദ്ധ അന്തോണീസു പുണ്യവാളൻ. അങ്ങനെ ഒത്തിരി വിശുദ്ധന്മാർക്കൊക്കെ ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവർക്ക് ഉണ്ണീശോയോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മക്കളായി നിങ്ങളോടും പറയാനുള്ളത്, ഈ ഒരു സ്നേഹം എപ്പോഴും ഉണ്ണീശോയോട് നിങ്ങൾ കാണിക്കണം. ഉണ്ണീശോയോട് നിങ്ങൾ സ്നേഹം കാണിക്കുമ്പോൾ അവർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ട പോലെ നിങ്ങൾക്കും പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ ആവിലായിലെ അമ്മ ത്രേസ്യയുടെ കാര്യം ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. അമ്മ ത്രേസ്യയെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കോൺവെൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഉണ്ണീശോ അടുത്ത് വരുമായിരുന്നു. ചില സമയങ്ങളിലൊക്കെ ഉണ്ണീശോ അടുത്ത് വന്ന് വിശേഷങ്ങൾ പറയുമായിരുന്നു രണ്ടുപേരും കൂടി. ഒരു ദിവസം അമ്മ ത്രേസ്യ എവിടെയോ പോയിട്ട് കോൺവെൻറ്റിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ കയറുന്ന സമയത്ത് ഒരു ചെറിയൊരു പയ്യൻ കോൺവെൻറ്റിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ പയ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അതുവരെ കണ്ടിട്ടില്ല ഈ പയ്യനെ, പരിചയമില്ല സിസ്റ്ററിന്. അപ്പോൾ അമ്മ ത്രേസ്യ ഉടനെ ചോദിച്ചു, കൊച്ചേ നീ ഏതാന്ന് ചോദിച്ചു. പരിചയമില്ലാത്തൊരു കൊച്ചിനെ കാണുമ്പോൾ ചോദിക്കുമല്ലോ, നീ ഏതാണ് മോനെ ഏതാന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഈ കൊച്ചു പയ്യൻ ഉടനെ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അമ്മ ത്രേസ്യ പറഞ്ഞു, ഞാൻ ഉണ്ണിയേശുവിൻ്റെ ത്രേസ്യാണെന്ന് പറഞ്ഞു. ഉണ്ണിയേശുവിൻ്റെ ത്രേസ്യാണ്. ഉടനെ സിസ്റ്റർ വീണ്ടും ഈ കൊച്ചിനോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് പറഞ്ഞല്ലോ, ഇനി നീ ആരാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ കൊച്ചു പയ്യൻ പറഞ്ഞു, ഞാൻ ത്രേസ്യയുടെ ഉണ്ണീശോയാണെന്ന് പറഞ്ഞു. ഞാൻ ത്രേസ്യയുടെ ഉണ്ണീശോയാണ്. പിന്നെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിനെ കാണാനില്ല. അപ്പം അമ്മ ത്രേസ്യയുടെ പുസ്തകങ്ങളിൽ പറയണത് അത് ശരിക്കും ആരായിരുന്നു? ഉണ്ണീശോ തന്നെയായിരുന്നു. അപ്പം ഉണ്ണീശോയോട് അമ്മ ത്രേസ്യക്ക് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യക്ഷപ്പെടൽ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നിങ്ങളും ഉണ്ണിയേശുവിനെ സ്നേഹിക്കണം. അപ്പം നിങ്ങൾക്കും യേശു പ്രത്യക്ഷപ്പെടും, ഉണ്ണിയേശു പ്രത്യക്ഷപ്പെടും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ അന്തോണീസ് പുണ്യാളൻ്റെ ജീവിതത്തിലും ഉണ്ണിയേശു പ്രത്യക്ഷപ്പെട്ടുള്ള നല്ല അനുഭവങ്ങളുണ്ട്. അത് ഒരെണ്ണം ഞാൻ പറയാം. അത് ഈ അന്തോണീസ് പുണ്യാളൻ്റെ ആശ്രമത്തിൽ അവർക്ക് താമസിക്കാനായിട്ട് ഒരു ആശ്രമമാക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടിടം ദാനം ചെയ്ത ഒരു പ്രഭു ഉണ്ടായിരുന്നു. ടിസോ എന്ന് പറയുന്ന ഒരു പ്രഭു. ആ പ്രഭുവാണ് അവർക്ക് താമസിക്കാനുള്ള കെട്ടിടം കൊടുത്തത്. ഒരു ദിവസം ആ പ്രഭു ഈ ആശ്രമത്തിലേക്ക് വരുമ്പോൾ അന്തോണീസ് പുണ്യവാളൻ്റെ മുറി അടച്ചിട്ടേക്കാണ്. പക്ഷെ ആ ജനലിൽ കൂടെയും ഡോറിൻ്റെ താഴെ കൂടെയൊക്കെ വലിയൊരു പ്രകാശം, അതായത് വലിയൊരു ബൾബ് മുറിക്കുള്ളിൽ തെളിച്ചു വെച്ചാൽ എന്തോരം പ്രകാശം ഉണ്ടാവോ അത്രയും ഒരു പ്രകാശം കാണുകയാണ്. അപ്പോൾ ഈ പ്രഭു വിചാരിച്ചു, ഇതെന്താണ് ഇത്രയ്ക്ക് വെട്ടം? അങ്ങനെ ഈ ഡോറിൻ്റെ ഇടയ്ക്കൂടി വെറുതെ ഒന്ന് ഈ പ്രഭു നോക്കുമ്പോൾ എന്താണെന്നറിയോ? അകത്ത് അന്തോണീസ് പുണ്യാളനും ഉണ്ണിയേശുവും കൂടിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു വെട്ടമാണ്. ഉണ്ണീശോ ഇരിക്കുന്നത് ബൈബിൾ തുറന്നു വെച്ചിട്ടിരുന്നിട്ട് ബൈബിളിലെ ഓരോ ഭാഗങ്ങൾ വായിച്ചിട്ട് അന്തോണീസ് പുണ്യാളന് പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ണിയേശു. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ പ്രഭു ആകെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറേ നേരം ഉണ്ണീശോയായിട്ട് അന്തോണീസ് പുണ്യാളൻ സംസാരിച്ചു. ഉണ്ണീശോ അന്തോണീസ് പുണ്യാളന് ബൈബിളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞ് സംസാരമൊക്കെ തീർന്ന് ഉണ്ണീശോ അപ്രത്യക്ഷമായി. അന്തോണീസ് പുണ്യാളൻ മുറിക്ക് പുറത്തിറങ്ങാനായിട്ട് മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ ടിസോ പ്രഭു വാതിലിൻ്റെ അവിടെ മുട്ടുമേൽ നിൽക്കുകയാണ്. ഇങ്ങനെ അത്ഭുതപ്പെട്ട് മുട്ടുമ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ വാതിൽ തുറക്കുമ്പോഴാണ് പുള്ളിക്ക് സ്ഥലകാല ബോധം ഉണ്ടാകുന്നത്. അപ്പോൾ അന്തോണീസ് പുണ്യാളൻ കൊട്ടിയിട്ട് പറയും,
എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ ടിസോ പ്രഭു പറയും, ഞാൻ എന്താണ് ഈ കണ്ടത്? ഉണ്ണിയേശു അങ്ങയോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്കത് കണ്ടപ്പോൾ തന്നെ വലിയൊരു നിർവൃതി ഉണ്ടായി. അപ്പോൾ അന്തോണീസ്നാളും പറയുന്നുണ്ട്, ഇത് ആരോടും പുറത്താരോടും പറയണ്ട, തൽക്കാലം മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈ ക്രിസ്മസ് നാളിൽ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ണിയേശുവിനെ കാണാനായിട്ട് കഴിയട്ടെ. അതിനെന്ത് വേണം? ഉണ്ണിയേശുവിനെ നമ്മൾ സ്നേഹിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം ഉണ്ണിയേശുവിനോട്. ഈ ക്രിസ്മസ് നാൾ ഉണ്ണിയേശുവിനെ ആരാധിക്കുമ്പോൾ ഉണ്ണിയേശു നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ധാരാളം കൂട്ടുകാരുണ്ട്. പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരെ, ഈ ക്രിസ്മസ് നാളിൽ ഞാനും എൻ്റെ മക്കളും എല്ലാവരും ഒരുമിച്ച് നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു. നിങ്ങൾക്കും ഉണ്ണിയേശുവിനെ നന്നായി ആരാധിക്കാൻ കഴിയട്ടെ, നന്നായിട്ട് ഉണ്ണിയേശുവിനെ സ്നേഹിക്കാൻ കഴിയട്ടെ. ഈ ക്രിസ്മസ് നാളിൽ ഉണ്ണിയേശുവിനെ കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഏവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് മംഗളങ്ങൾ.